ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ വെച്ചേക്കുന്ന ബൊഗൈൻവില്ലയുടെ ഒരു ചെടിയുടെ അകത്ത് 2 മുട്ട കണ്ടു കേട്ടോ. കുറേ ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതിനടയിരിക്കണതാണ് കേട്ടോ കിളി. കുറേ ദിവസമായി അങ്ങനെ ഇരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആൾ പറന്നു പോകുമായിരുന്നു. പിന്നെ ആൾക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല, ഇവിടെ സേഫാണെന്നൊക്കെ മനസ്സിലായിട്ട് പിന്നെ അങ്ങനെ പറക്കലും കാര്യങ്ങളൊന്നുമില്ല, ആളവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ സേഫായിട്ട്. അങ്ങനെ 2 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിളി ഇടയ്ക്ക് ഫുഡൊക്കെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ആസിം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അവൻ്റെ കൈയൊന്നും എത്താത്തത് കൊണ്ട് തന്നെ അത് സേഫാണ്. പിന്നെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കണതുകൊണ്ട് ആളങ്ങനെ സേഫായിട്ട് അവിടെ അങ്ങനെ അടയിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുതിയ മെമ്പേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് താത്തായൊക്കെ പോയി പിറ്റേ ദിവസമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം കുക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ യാതൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് എന്തോ ഒരു ഉസ്ബെക്കിസ്ഥാൻ റൈസ് ആളെവിടുന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കിച്ചണിലേക്ക് പറഞ്ഞത് ആൾ 11 മണിയായപ്പോഴാണ് കേട്ടോ. അപ്പം നല്ല മട്ടൻ വേണം. അപ്പോൾ മാർക്കറ്റിൽ പോയി വരുമ്പോൾ അത്യാവശ്യം ടൈമും കഴിയുമല്ലോ. അപ്പം നമ്മളത് ചിക്കനിലേക്ക് മാറ്റിയിട്ടാണ്, ചിക്കൻ വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ചിക്കൻ നോർമൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും പെപ്പർ പൗഡറും എല്ലാം തേച്ചിട്ട് മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ്. എന്നിട്ട് അത് അത്യാവശ്യം കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഓയിലാണ്. അതിൽ ചെറിയ 2 പീസ് പട്ടയും ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വേവിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇതിലൊരു മസാല കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു റൈസാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി ഒന്നും കഴിക്കുന്ന പോലെ ഒരു ദമ്മൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചിക്കൻ വേവുന്ന നേരം കൊണ്ട് അതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ കംപ്ലീറ്റ് വേവുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത സംഭവങ്ങൾ ഇട്ട് കൊടുക്കും കേട്ടോ. എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ വെള്ളക്കടല ആവശ്യമുണ്ട് കേട്ടോ. അത് ഓൾറെഡി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളുടെ മുന്തിരി, ഡ്രൈ മുന്തിരി, പിന്നെ കടല, ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. പിന്നെ പൊടികളായിട്ട് വേറെ ഒന്നുമില്ല, പെപ്പറും ചില്ലി ഫ്ലേക്സും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ വെജിറ്റബിൾസും പൊടികളും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ഫുള്ളായിട്ടുള്ളൊരു വെളുത്തുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചൊരു തിളച്ച വെള്ളം ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ബസ്മതി റൈസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ അരി എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ട് വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കനിലേക്ക് ഇത് കുതിർത്ത് വെച്ച വെള്ളക്കടലയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് പാകത്തിന് ഇരട്ടി വെള്ളം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യാനൊന്നും നിന്നില്ല. നമുക്ക് മക്ലൂബ കമത്തുന്ന പോലെ ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അതങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ റൈസും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. പിറ്റേ ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങും. നമ്മൾ ബുക്സും യൂണിഫോമും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ദിവസം സിസ്റ്ററും ഫാമിലിയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അവരുടെ യൂണിഫോമും കാര്യങ്ങളും ഉള്ളതൊക്കെ തന്നെ വെച്ചിട്ട് ഫസ്റ്റ് ഡേയ്സ് വിടാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ഷൂ ഒന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടു. ബാഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ അന്ന് തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇനി തുടങ്ങി സ്കൂളിൽ വിടണമല്ലോ. ഹംദാനിനി പുതിയ അക്കാഡമിക് ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. ഹംദാനിനി 8th
ഹാറൂൻ ഇവിടെ 4th ആയി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾ ഓൾറെഡി ഫുഡ് കഴിച്ച് മദ്രസയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 2:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങളും കഴിച്ചത്. നല്ല റൈസായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വിഷു ഈദുൽ ഫിത്തർ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ May 3. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് പോയ സമയത്ത് ഞാനൊരു ചെറിയ വീഡിയോ എടുത്താണ് കേട്ടോ. ആ സമയത്ത് സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പാട്ടിൻ്റെയും ഡാൻസിൻ്റെയൊക്കെ. അപ്പോൾ അതിന് പോയി രാത്രി വന്നു. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇതേ ഇപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് അടുക്കളയിലേക്ക് വന്നിട്ട് പഠിച്ചോനെ എനിക്ക് സങ്കടം വന്നിട്ടും വയ്യ. പഠിച്ചോനെ ഇനി തുടങ്ങിയ നേരത്ത് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വളരെ പ്ലാൻഡ് ആയിട്ട് അത് ഉണ്ടാക്കി ഉടനെ തന്നെ ആ റൈസ് കുറച്ചെടുത്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കത് കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് നഗറ്റ്സ് പൊരിച്ചിട്ട് അതും ബ്രെഡും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുക്കണേ. ഇപ്പോൾ കഴിക്കാനും അത് തന്നെയാണ് കൊടുക്കണേ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയാണ് കേട്ടോ ഇന്നത്തെ. ഇപ്പോൾ സുബഹി ഒരു 5:10 5:15 ആ ഒരു സമയത്താണ് കേട്ടോ നിസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറികളൊക്കെ കുറച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണേ. അപ്പോൾ ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാലാണല്ലോ ഉച്ചക്കത്തേക്ക് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പുറത്തേക്ക് വെച്ചതാണ്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. സ്നാക്സൊക്കെ റെഡിയാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങോ ഒരു പ്രീ പ്ലാനിങ്ങോ ഒന്നും ചെയ്തില്ല കേട്ടോ. അവർക്ക് കൊടുത്തു വിടാനായിട്ടൊന്നും വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെക്കായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീട്ടിലെന്താണോ ഉണ്ടായത് അതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ബദാമും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായി. അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ സ്നാക്സൊക്കെ ആക്കി കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഇൻഷാല്ലാ ഒന്ന് റെഡിയാക്കി എടുക്കണം. ബുക്സും യൂണിഫോമൊക്കെ ഒന്ന് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുകയും വേണം. അപ്പോൾ ഇവരുടെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ആപ്പ് വഴിയാണ് കേട്ടോ. പുതിയ ക്ലാസ് ഏതാണ്, ഡിവിഷൻ ഏതാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ടീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വഴിയാണ്. അപ്പോൾ അത് മോൻ്റെ രണ്ടാമത്തെ ആളുടെ ടാബിൽ അത് വർക്ക് ചെയ്യണില്ല കേട്ടോ. മോൻ്റെ അത് ഓപ്പൺ ആവുന്നില്ല, അതിലെന്തോ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇക്കായും ഇന്ന് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിൽ വിട്ടിട്ടില്ല, ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് പിള്ളേരായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് എൻ്റെ സൂംബ ക്ലാസ്സും മുടങ്ങി. ഇന്ന് സൂംബയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ഞാനിന്ന് പോയില്ല. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഇറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് എനിക്കൊരു 10 മണിയായപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കണ്ടിട്ടാ. കാരണം എല്ലാവരും കുറച്ച് പേര് നാട്ടിൽ പോയേക്കുമായിരുന്നു, കുറച്ച് പേര് ടൂറൊക്കെ പോയേക്കുമായിരുന്നു. ഫുൾ അവധിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ അങ്ങനെ നമ്മളൊരു വീട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 പാരറ്റ് ഉണ്ട് കേട്ടോ. 2 പേരും നന്നായിട്ട് സംസാരിക്കും. അവരുടെ വീട്ടിലെ പേരും കുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ ഹാസിം അവിടെ ചെന്നിട്ട് ആ റൂമിൽ തന്നെയായിരുന്നു ഐറ്റങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റമീസ്തായുടെ വീട്ടിലാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അവിടുന്ന് ഒരു അടിപൊളി പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച് എൻ്റെ ഫ്ലേവറായിരുന്നു. അങ്ങനെ അതൊക്കെ തട്ടി കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് 1 മണി വരെ. എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ലഞ്ച് ഓൾറെഡി എനിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണി വരെ അങ്ങനെ ഇരുന്നു അവിടെ. ഞങ്ങളവിടെ സംസാരിച്ചിരുന്നെങ്കിലും ഹാസിമിനെ കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും വലിച്ചിടലും ഒക്കെ ആയിട്ട് ഭയങ്കര ശല്യമായിരുന്നു. പിന്നെ കിച്ചണിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് അവിടെ കുറേ വെള്ളമൊക്കെ കൊട്ടി. ഞാനവിടെ ചെന്നിട്ട് ചൂലും കോലും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ കൊള്ളൂല ഹാസിമിനെ. അങ്ങനെ പക്ഷെ അവർ പറഞ്ഞു ഇരിക്കുക, സാരമില്ല, കുട്ടികളല്ലേ, സംസാരിച്ചിരിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് 1:30 മണിയായി നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ. കുറേ ദിവസത്തെ കഥകളുണ്ടായിട്ടാണ് പറയാൻ. സൂമയുടെ കാര്യങ്ങളും പിന്നെ സ്കൂൾ തുറന്ന വിശേഷങ്ങളും അങ്ങനെ സംസാരിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടാ. ചിക്കുട്ടി
വേറെന്തൊക്കെ പറയും? ഇത് 2 പാരറ്റാണ് കേട്ടോ. മെയിലും ഫീമെയിലാണെന്ന് വിചാരിച്ചാണ് ഇവർ വാങ്ങിയത്. പക്ഷെ രണ്ടും മെയിലാണ് എന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാളുടെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയേക്കണ കണ്ടില്ല. അപ്പോൾ അത് ഇവർ നാട്ടിൽ പോയ സമയത്ത് ഇതിനിങ്ങനെ ഡിപ്രഷൻ പോലെ ആയി എന്നാണ് പറയണേ കേട്ടോ. അപ്പോൾ അതിന് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും അത്രയും സ്ഥലത്ത് ഇതങ്ങനെ കൊഴിഞ്ഞു പോയി, ആരുമില്ലാതെ നിന്നതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എപ്പോഴും ആരുടെയെങ്കിലും സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണം. അവിടുത്തെ ഇത്താടെ പേര് റമീസ എന്നാണ്. അപ്പോൾ ഇത്താനെ റമി എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദുബായിലെ ക്ലൈമറ്റൊക്കെ ആകെ മാറിയിട്ട് അത്യാവശ്യം ചൂടിലേക്ക് വന്നു തുടങ്ങി. വൈകുന്നേരം കുറച്ച് സമാധാനം ഉണ്ടെങ്കിലും 1:30-2 മണിക്കൊക്കെ നല്ല വെയിലും ചൂടുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ നോമ്പും പെരുന്നാളും അവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികളും പാരൻസൊക്കെ സ്കൂളിൻ്റെയും പഠിത്തത്തിൻ്റെയും ചൂടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.